പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ അജയപ്രസാദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 6 ടേമുകളിലായി പുനലൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാണ്. ഇക്കുറി വീണ്ടും അംഗത്തിനെത്തിയിരിക്കുന്ന അജയപ്രസാദുമായി നമുക്ക് അല്പം കാര്യങ്ങൾ സംസാരിക്കാം. പുനലൂർ മണ്ഡലത്തിൽ ഒരു 2 റൗണ്ടോളം പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ എങ്ങനെയാണ് മണ്ഡലത്തെ നോക്കിക്കുന്നത്? ഓരോ റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ജനങ്ങളെല്ലാം വളരെ കാര്യമായി അവരുടെ എത്രയോ കാലമായി അവരെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരാഗ്രഹം, ഒരു സ്വപ്നം, അത് സഫലീകരിച്ചു എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളാണ് സാധാരണ മനുഷ്യരായിട്ടുള്ള അവരെല്ലാം പറഞ്ഞത്. തോട്ടം മേഖലയിൽ നമ്മൾ ഈ തൊഴിലാളി സംഘടനയുമായുള്ള പ്രവർത്തനത്തിൽ കൂടെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. തോട്ടം മേഖലയിലുള്ള ജനങ്ങളുടെ ആ സ്വാധീനം എത്രത്തോളം നമുക്ക് മുതലാക്കാൻ സാധിക്കും? തോട്ടം തൊഴിലാളികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഖ്യമായും നമ്മൾ ആരംഭിച്ചത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലാണ്. അവർ അഭയാർത്ഥികളാണ്. അവർ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി ഇവിടെ താമസിപ്പിച്ച് അവർക്ക് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അത് അവരുടെ ജീവിതവും അതിനകത്ത് തന്നെയാണ്. അപ്പോൾ സാധാരണ തോട്ടം തൊഴിലാളികളെ അപേക്ഷിച്ച് അവരുടെ എല്ലാ ജീവിതവും തോട്ടത്തിലായതുകൊണ്ട് തന്നെ ദൈനംദിനമുള്ള ജീവിത പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടു പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അവരെല്ലാം എന്നെ കാണുകയും അവരെല്ലാം നല്ല വിജയാഹ്ലാദത്തിലാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴാ എസ്റ്റേറ്റ് RPLിലുള്ളത്. തുടർന്ന് തെമ്മനവാരി എസ്റ്റേറ്റ് വർക്കേഴ്സിലും ആ തൊഴിലാളികളും ഒരു തൊഴിലാളിക്ക് ഒരു വിശ്വാസമുള്ള ഒരു നേതാവായി എന്നെ കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രോജക്റ്റാണ് തെമ്മയിലുള്ളത്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയരേണ്ടതായിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ നമുക്ക് എങ്ങനെ കൈകടത്താൻ സാധിക്കും? ഈ മേഖലകളെ സംബന്ധിച്ച് ഒരു പക്ഷേ ജനപ്രതിനിധി ആയില്ലെങ്കിലും പഴയ ജനപ്രതിനിധികളോടൊപ്പം നിന്ന് ഈ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും നമുക്കറിയാം, തെമ്മല എക്കോ ടൂറിസത്തിന് തുടക്കം കുറിച്ചത് പ്രകാശ് ബാബു സാറിന്റെ കാലത്താണ് അവിടെ ഇതിന്റെ തുടക്കം കുറിച്ചത്. താലൂക്ക് ആശുപത്രി പോലെയുള്ള ഇത്തരം ആശുപത്രികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ രാജീവ് സാറിന്റെയും സുബാലിന്റെയും ഒക്കെ കാലത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളുണ്ടെങ്കിൽ അത് ആ മേഖലകളിലെ ആളുകളുമായി കൂടിയാലോചിച്ച് അവരുടെ എന്താണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ച് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളും അത്തരത്തിലുള്ള ചിന്താഗതികളുമായാണ് അജയപ്രസാദ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. വലിയ ഒരു വിജയവും ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.